ഡെൻ അവിടെ താമസിക്കുന്ന ആരാണ് ഡെൻ റൂമിലെ? ഞങ്ങളാണ് സാർ. നിങ്ങൾ ഞങ്ങൾ തന്നെ സാർ. വൃത്തിയായിട്ട് ആ റൂം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്. ആണോ? ക്ലീൻ ആണോ റൂം? ഒട്ടും ക്ലീൻ അല്ല. ആ ഡ്രസ്സ് ഇതെല്ലാം, ഈ ട്രേ എല്ലാം ജാസ്മിന്റെ ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ല ഭംഗിയുണ്ട്. ഞാൻ വിചാരിച്ച എന്തോ ഒരു മോഡേൺ ആർട്ടാണ്, എന്തോ നിങ്ങൾ പ്ലാൻ ചെയ്താണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സിവിക് സെൻസ് എന്ന് പറയും, നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുന്നതാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. എന്താ ജാസ്മിൻ ഇങ്ങനെ? എന്റെ പൊന്നിട്ട് എനിക്കറിയാൻ പാടില്ല. എന്റെ മാത്രമല്ല അവരെല്ലാവരും 2-3 ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്, ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെച്ചതാണ്. ബാസ്ക്കറ്റുകളെല്ലാം പിന്നെ ഞാൻ ആരെങ്കിലും എടുത്തിട്ടാണോ തിരിച്ചു? പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ദേഷ്യം പോലെ കാണിക്കുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത്, അല്ല നിങ്ങളെ വേണ്ട ദേഷ്യപ്പെടാൻ വേണ്ടി പറയുന്നതല്ല. നന്നാവില്ല, ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, കൊലിപ്പ് തീരുന്നില്ലല്ലോ കർത്താവേ. ഇനി പവർ ടീമിന്റെ നല്ല റൂമാണോ? അത്യാവശ്യം കുഴപ്പമില്ല. ഒരാൾ മാത്രം ഒരു ഷീറ്റൊക്കെ മടക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ള ഒരാളേ ഉള്ളൂ, ബാക്കിയൊക്കെ മടക്കി വെച്ചു. സ്വാഭാവികം അതായിരിക്കുമല്ലോ. കാര്യം നീ അവിടെ നിന്ന് ചിരിക്കുന്ന കണ്ടു. സോറി ലാലേട്ടാ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇരിക്കൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാ മതി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത്.